തെക്കിനീന്നിറങ്ങിയ തമിഴത്തി ശ്രീദേവിയുടെ ദേഹത്ത് കയറിയ സ്ഥിതിക്ക് കൂടെ ഉണ്ടായിരുന്ന കാർന്നൂരും ഇവിടെയൊക്കെ തന്നെ കാണണല്ലോ. വേണ്ട, അടുത്തു വരണ്ട. കാർന്നോരെ കുത്തും. കൊടയാ എന്റെ കയ്യിലിരിക്കണേ. ഞാൻ ഇവിടുത്തെ സംബന്ധക്കാരനാ, ബാസുരയുടെ ഭർത്താവ്. എന്നോട് വേണ്ട, കളിക്കണ്ട കേട്ടോ, ഞാൻ പറഞ്ഞു. അടുക്കരുത് കാർന്നോരെ, എന്റെ അടുത്ത് മാത്രം അടുക്കരുത്. കൊട്ടയിലുള്ള കളി എന്നോട് വേണ്ട. ഞാൻ ഇവിടുത്തെ ബന്ധുവാണെന്ന് ഒരു പ്രാവശ്യം പറഞ്ഞു. എന്റെ മേത്ത് കയറി കളിച്ചിട്ട് നിനക്ക് എന്താ കാര്യം? ചോരി നീരുള്ള ഒരുപാട് പേരില്ലേ ഇവിടെ? എന്താ എന്താ അമ്മാവാ? അമ്മാവനോ? ആരമ്മാവൻ? എവിടുത്തെ അമ്മാവൻ? അളിയോ തമ്പിളിയോ? ആരാ ഇവിടെ ഇങ്ങനെ തുറന്നു വിട്ടത്? എന്താ അമ്മാവാ? അമ്മാവാന്ന് നീ എന്നെ വിളിക്കരുത് ശ്രീദേവി. അമ്മാവനെ തമിഴത്തി, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടാ. അമ്മാവാ അടുക്കരുത്, അടുക്കൂടാതെ. ഞാൻ മോശക്കാരനൊക്കെ മോശക്കാരൻ. അമ്മാവൻ ചൊല്ലുത് തട്ടാതെ മര്യാദക്ക് പോയിട്. അളിയോ തമ്പിളിയോ ഒന്നും ഇങ്ങോട്ട് വന്നേ. എന്ത് ഓടിവായോ, എന്നെ കൊല്ലുന്നേ മകനംകുട്ടി. വിടാൻ കുട്ടി ആരാത്? എടാ നീയായിരുന്നോ? ഇതാണോ നീ പറഞ്ഞ മറ്റു കേസ്? വല്ലാതെ വയലന്റ് ആകുന്നുണ്ട്. എന്തിനാ ഇങ്ങനെ അഴിച്ചു വിട്ടിരിക്കുന്നത്? പൂട്ടിട്ടിരുന്നോ? അയ്യോ വിടു വിട്. വിടാൻ പറഞ്ഞു. അയ്യോ കുഴപ്പമൊന്നും കാണിക്കരുത്, പറയുന്നതൊക്കെ. വിടാൻ പറഞ്ഞ വിട്ടു. ഞാനിപ്പോ കുഴപ്പം കാണിച്ച ഇയാള് പറയാ ഞാൻ കാരണവരാണെന്ന്. എവിടുത്തെ കാരണവർ? എന്തിന്റെ കാരണവരെ ഞാൻ ബാസുരയുടെ ഭർത്താവാണെന്ന്. ഏത് ബാസുര? എവിടുത്തെ ബാസുര? എന്റെ ഭാര്യ ഇവന്റെ കുഞ്ഞപ്പ. വിട്, ഇതെന്റെ ചിറ്റപ്പനാ. അയ്യേ, ചിറ്റപ്പനാ? അതെ, സംബന്ധക്കാരൻ. ഐ എം സോറി. കാരണവരെ എന്ന് വിളിച്ച് കൊടയം കൊണ്ട് കുത്താൻ വന്നപ്പോ ഞാൻ വിചാരിച്ച എന്തോ പ്രശ്നമുള്ള ആളാണെന്ന്. സാരമില്ല, ഐ എം സോറി ചിറ്റപ്പ. ചിറ്റപ്പ, ഇവൻ അമേരിക്കയിൽ നിന്ന് വന്ന വലിയ ഡോക്ടറാ. ഈ ഭ്രാന്തിന്റെ മറ്റുമൊക്കെ. ഭ്രാന്തിന്റെ നകുലം കുട്ടി, എനിക്ക് പ്രശ്നമൊന്നുമില്ലാന്ന് ഈ ഭ്രാന്തനോട് അല്ല, ഭ്രാന്തിന്റെ ഡോക്ടറോട് പറഞ്ഞേക്കിട്ടാ. എടാ നീ ഇതിപ്പോ എങ്ങനെ ഇവിടെ എത്തി? നിന്നെ ഒന്ന് കിട്ടാൻ വേണ്ടി ഞാൻ ഈ ലോകം മുഴുവൻ വിളിച്ചു. കിട്ടണമെന്നില്ല. ഞാനിപ്പോ മഹേന്ദ്ര ജാലത്തിൽ സ്പെഷ്യലൈസ് ചെയ്യാണ്. അമേരിക്കയിലൊക്കെ ഇപ്പോ അതിന് വലിയ സ്കോപ്പ്. സ്വാമിയേ ശരണയ്യപ്പ. എന്റെ സണ്ണി, സത്യം പറ, നീ ഇപ്പൊ എവിടുന്നാ വരുന്നത്? ശബരിമലയെന്ന്. വെറും ഇന്ദ്രജാലം. നീ ഹൈദരാബാദിനെ വിളിക്കുന്നു, നമ്മുടെ പഴയ അവറാച്ചൻ ഫോൺ അറ്റൻഡ് ചെയ്യുന്നു. അവറാച്ചൻ ബാംഗ്ലൂരിൽ വിളിക്കുന്നു രാമേന്ദ്രനെ. നിന്റെ പ്രശ്നം ഞാൻ അറിയുന്നത് മദ്രാസ് ഫ്ലൈറ്റ് വെച്ച്. ആരാത്? ഇതാണ് നീ പറഞ്ഞ പേഷ്യൻ. ഏയ്, അത് ഞങ്ങളുടെ ഒരു അകന്ന ബന്ധുവാ. അയ്യേ, ബന്ധുവാ? അപ്പൊ മദ്രാസ് ഫ്ലൈറ്റ് ഞാൻ കൊച്ചിയിലേക്ക്, തുടർന്ന് ഞാനും ജോയിച്ചാനും കൂടെ നേരെ ശബരിമലയ്ക്ക്. ഹരിഹര സുതനയ്യപ്പ സ്വാമിയേ. അവിടെ നിന്ന് നേരെ കോട്ടയത്ത് വെച്ച് ജോയിച്ചാനെ കുറെ റബ്ബർ മുതലാളിക്ക് കൈമാറിയിട്ട് ഞാനൊരു ഓട്ടോറിക്ഷ. നീ പറഞ്ഞ പേഷ്യൻ. അയ്യോ, അതെന്റെ അമ്മാവനാ. അമ്മാവ, ഇതെന്റെ ഫ്രണ്ടാ. ഞാൻ അന്ന് പറഞ്ഞ ഡോക്ടർ, സൈക്കാട്രിസ്റ്റാ. അമേരിക്കയിൽ നിന്ന് ഗോൾഡ് മെഡൽ വാങ്ങിയാ പാസ്സായത്. എല്ലായിടത്തും അവന് വലിയ പേരാ, ഡോക്ടർ സണ്ണി ജോസഫ്. ഹലോ. എന്റെ മോക്ക് ഭ്രാന്തൊന്നുമില്ല. നിങ്ങൾ അവളെ വെറുതെ ഭ്രാന്തിയാക്കരുത്. എടാ അമ്മാവൻ. അപ്പൊ അങ്ങനെ കോട്ടയത്ത് വെച്ച് ജോയിച്ചാനെ കുറെ റബ്ബർ മുതലാളിമാർക്ക് കൈമാറിയിട്ട് ഞാനിങ്ങനെ ഒരു ഓട്ടോറിക്ഷ
ഏയ് ഒന്നുമില്ല. അപ്പൊ അങ്ങനെ ഈ സ്മോൾ ഓട്ടോയിൽ ഞാൻ നിന്റെ ദേശ് മെഡാം പള്ളിയിൽ വന്നിട്ട് എന്തു പറ്റി? ഒന്നുമില്ല. ഇപ്പോഴിവിടെ വന്ന് എത്തി നോക്കി. ആരെ? നീ കണ്ടില്ലേ പേഷ്യന്റ്? ഓ, ശ്രീദേവി. ആ തന്നെയാണ്. പക്ഷെ ചികിത്സിച്ച് മാറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കുറച്ച് ഏജ്ഡ് ആണല്ലോ. നീ കണ്ട എന്റെ കുഞ്ഞമ്മ മറ്റോ ആയിരിക്കും. ആയ കുഞ്ഞമ്മ. ഏതായാലും നീ പോയെന്ന് കുളിക്ക്. കുളിക്കാം. എന്നിട്ട് ഈ വേഷമൊക്കെ ഒന്ന് മാറ്റി മാറ്റാം. എന്നിട്ട് ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് പഠിക്കാം. അതിനു മുമ്പ് ചില സാമാന്യ മര്യാദകളൊക്കെ ഇല്ലേ? എവിടെ നിന്റെ ശ്രീമതി ഗംഗ? ഗംഗ ചേച്ചി, ഗംഗ ചേച്ചി, ആരാത്? നിനക്ക് കുറച്ച് പ്രസാദം. ഞാനും വരുന്നു. സണ്ണി, ഇതിന്റെ അകത്താന്ന് തോന്നുന്നു. പൂട്ടിയിരിക്കാൻ. ഇതിനകത്താ? അയ്യോ, ശ്വാസം കിട്ടില്ല. ഇടിച്ചു പറക്ക്. 1 2 3. അല്ലി, പറയല്ലേ, എന്താ ഉണ്ടായ? ഞാൻ മേലോട്ട് ചെന്നപ്പോ ആരാണ്ട് എന്റെ പുറകെ വരുന്ന പോലെ തോന്നി ഓടിയതാ. ഓടി അറയ്ക്കകത്തോട്ട് അറിയാതെ കേറിപ്പോയി. അപ്പോഴേക്കും ആരും പുറത്തുനിന്ന് പൂട്ടിക്കളഞ്ഞു. നീ എന്തിനാ ഇപ്പൊ മുകളിലോട്ട് പോയത്? ഗംഗ ചേച്ചി തിരക്കിയ. ഞാൻ മോളിലാണെന്ന് അല്ലിയോട് ആരാ പറഞ്ഞത്? ശ്രീദേവി ചേച്ചി. ഞാൻ താഴെ കുളിക്കാൻ പോകുന്നത് ശ്രീദേവി ചേച്ചി കണ്ടതാണല്ലോ. സണ്ണി, വന്നേ പറയട്ടെ. എല്ലാം കണ്ടല്ലോ നീ. ഇതൊക്കെ എവിടുത്തെ പ്രശ്നം? ഇതെന്ത് തരം രോഗം? ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് സത്യത്തിൽ എന്താ ഉദ്ദേശിക്കുന്നത്? നിനക്ക് എന്റെ ഗൗരവം മനസ്സിലായ? ഞാൻ നിനക്ക് ആ പ്രസാദമൊക്കെ എടുത്ത് തന്നു. അയ്യോ, എന്റെ ബാഗ് എന്ത് ചെയ്യേ? അതിലാ പ്രസാദമൊക്കെ ഇരിക്കുന്ന ബാഗ്. ഉയ്യോ, എന്റെ അമ്മച്ചി. അയ്യോ, ശബരിമല ശാസ്താവാണ്, ഹരിഹര സുതനാണ് സത്യം. ഇത് ചെയ്തവനെ ഞാൻ പൂട്ടും.
മണിച്ചിത്ര പൂട്ടിട്ട് ഞാൻ പൂട്ടും. ഒന്ന് നിർത്തുക, ഒന്ന് നിർത്തുക. അല്ല തമ്പിയെത്തിയ എങ്ങോട്ടാണാവോ? ഞങ്ങള് പുല്ലാറ്റുപുറത്ത് വരെ പോവാ. അന്ന് രാത്രിയിലത്തെ ആ സംഭവത്തിന് ശേഷം തറവാട്ടിൽ പല അനിഷ്ടങ്ങളും ഉണ്ടായി. ബ്രഹ്മദത്തൻ നമ്പൂരിപ്പാടിനെ കണ്ടിട്ട് എന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി പോവാ. താങ്കൂടെ വേണം കയറിയോ? ഇതാര്? നമ്മുടെ പട്ടയത്ത് പപ്പനാഥ സാറല്ലയോ? പത്മനാഭന. അല്ലല്ലോ, അല്ല ഉണ്ണിത്താനത്തിയല്ലോ. ഞാൻ ആകെ അങ്ങ് അല്ല, ഇതാര്? നമ്മുടെ കുഞ്ചാകുട്ടി അല്ലയോ? അടയ്ക്കണോ? അടച്ച വീട് തുറക്കണോ? തുറക്കണോ? വേഗം വിട്. അറിയാവുന്ന ആരെ കൊണ്ടെങ്കിലും താൻ രക്ഷ എഴുതി കെട്ടിച്ചോ. തനിക്കാണ്ട് വലിയ കുഴപ്പം തുടങ്ങുക. അല്ല, ഇതാരാ? വാര്യമ്പള്ളിയില് മീനാക്ഷി അല്ലയോ? എന്താ മോളെ സ്കൂട്ടറില്? മോളോ? ഏത് മോള്? ചേട്ടാ, ഇത് ഞാൻ ദാസപ്പൻകുട്ടി. ഓ, നീയാണോ? ചേട്ടൻ അറിഞ്ഞോ? മാടമ്പള്ളിയിലെ അടുക്കളക്കാരി ശാന്ത എന്നോട് പറഞ്ഞത് നമ്മുടെ ചെമ്പങ്കോട്ടെ ശ്രീദേവിക്ക് പ്രാന്താന്ന്. ദാസപ്പോ, എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ. എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്ന് നോക്കിക്കേ. ചേട്ടാ, ചേട്ടാ, കാട്ടോർമ്മൻ ചേട്ടാ, എന്തോ കുഴപ്പമുണ്ടല്ലോ. സണ്ണി, നീ എന്താ ഈ തപ്പുന്നത്? അല്ലെ, ഇവിടുത്തെ കുളിമുറി ഏതാ? നീ കുളിക്കണം. ദേ അവിടെയാ. എനിക്ക് ഉടുത്തു മാറാനുള്ള മുണ്ടൊന്നുമില്ല. മുണ്ടൊക്കെ കത്തിയ ബാഗിന്റെ അതാ. നീ എനിക്കൊരു മുണ്ടാ. നീ അങ്ങോട്ട് ചെല്ലു, ഞാൻ മുണ്ട് കൊടുത്തേക്കാം. ഇവിടുത്തെ വലത്തോട്ടില്ലേ? അതെ അതെ. അയ്യോ, എന്റെ മുണ്ടെന്തിയേ? ആരെ അടിയത്? ഈ മിണ്ടുന്നില്ലല്ലോ. എടി, ആരാടി എന്റെ മുണ്ടെടുത്തത്? എടി, ആരാണെന്ന്? എടോ. എടായോ? അതാരാ? ഞാനെന്ന് പറഞ്ഞ? ഞാനാ. ഉച്ചയ്ക്ക് വന്ന ഡോക്ടർ ഇല്ലയോ, സണ്ണി? ആഹാ, എന്നാലും എന്റെ മുണ്ടിങ്ങോട്ടിട്ട് നല്ല കാര്യമായി. ഞാൻ കുളിക്കാൻ പറഞ്ഞു വെച്ചതാ. ഞാൻ ഉടുത്തു പോയി. ഇത് നല്ല കൂത്താ. പിന്നെ ഞാനിപ്പോഴെങ്ങനെയാ പുറത്തോട്ടിറങ്ങുന്നത്? അതിനൊരു പണിയുണ്ട്, ഞാനിപ്പ തരാം. എന്നെ മനസ്സിലായ? എനിക്കത് കാണായിരുന്നു. എപ്പോഴാ? എന്നോടൊരുതരം വർത്താനം പറഞ്ഞാലുണ്ടല്ലോ, പറഞ്ഞേക്കാം. തന്നെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി, എടോ എന്റെ മുണ്ട് ഇങ്ങോട്ട് തരാൻ. എന്റെ മുണ്ട് തരാൻ. നിക്ക്. വേറെ ആരും അറിയണ്ട, നമ്മൾ രണ്ടുപേരും മാത്രം. രാത്രിയോ പകലോ എനിക്ക് എപ്പോഴെങ്കിലും ഇത്തിരി സമയം തന്നാമോ, ഞാനത് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്തോളാം. പട്ടി തലവഴിക്കാതെ പറഞ്ഞാലുണ്ടല്ലോ എന്റെ വിധം മാറും. വല്ലാരും ഇപ്പൊ കേട്ടോണ്ട് വന്ന് എന്താ വിചാരിക്കാം? ഇവിടെ മുണ്ട് നടക്കാം നിങ്ങളുടെ മുണ്ടം. ഒരു മനുഷ്യനോട് ഒരു മുണ്ടാനും സമ്മതിക്കത്തില്ല. അയ്യേ, ഞാൻ ഈ വീട്ടില് ഉച്ചയ്ക്ക് വന്നതാ. നമ്മള് കുളിമുറി വാതിൽ വെച്ച് കണ്ടു. എന്നിട്ട് ഞാൻ ആരാന്ന് ചോദിച്ചില്ലല്ലോ. എന്തിനു വന്നൂന്നെങ്കിലും ചോദിക്കാമായിരുന്നില്ലേ? അറിയാം, എന്നെ ചികിത്സിക്കാൻ അമേരിക്കയിൽ നിന്നും വന്നിരിക്കുന്ന ഡോക്ടറല്ലേ? ഓ, അപ്പൊ എല്ലാം അറിഞ്ഞല്ലേ? ശരി, അങ്ങനെ ഒരു ഡോക്ടർ റെഡി. ഇനി ചികിത്സിക്കാൻ ഒരു രോഗിയെ വേണമല്ലോ. അതിനല്ലേ എന്നെ ഇവിടെ ഇങ്ങനെ ഇരുത്തിയിരിക്കുന്നത്.
എല്ലാരും കൂടെ ചികിത്സിക്ക്. സമ്മതിച്ചല്ലോ? രോഗിയാണെന്ന് സമ്മതിച്ചല്ലോ? അത് മതി. എന്താ കിടക്കുന്നില്ലേ? വാ, നിന്റെ മുറി കാണിച്ചു തരാം. ഞാൻ എപ്പ കിടക്കുന്നു, എവിടെ കിടക്കുന്നു എന്നൊന്നും നിങ്ങൾ നോക്കണ്ട. ഞാൻ ഇവിടെ വന്നിട്ടില്ല എന്ന് തന്നെ വിചാരിച്ചേക്ക്. ശ്രീദേവി ചേച്ചിയെ കണ്ടിട്ട് എങ്ങനെയുണ്ട്? കണ്ടു, കുഴപ്പമുണ്ട്. പക്ഷെ നകുലൻ പറഞ്ഞ അത്ര പ്രശ്നമൊന്നുമില്ല. പ്രൈമറി സ്റ്റേജാ, ശരിയാക്കാം. നിങ്ങൾ പോയി കിടന്നോ. ഇന്നിനി ഇവിടെ ഒന്നും സംഭവിക്കില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ആരാ? ആരാത്? ആരാത്? നകുലൻ, നകുലൻ. എന്താ? അവിടെ വലിയ മോൾ കറങ്ങി അതുണ്ട്. മോശമായി. நாடி வார
നിക്കാൻ. താൻ ഇവിടെ കറങ്ങി നടക്കുന്നത്? മൂത്രം തട്ടുമ്പുറത്താണോ മൂത്രം ഒഴിക്കാൻ? അല്ല മൂത്രമൊഴിക്കാൻ വേണ്ടിട്ട് താനെ കണ്ടപ്പോ എന്തിനാ ഓടിയെ? അത് ഇട്ട് വയ്യാത്തോണ്ടാ. ആര് മുട്ടി? എപ്പോ മുട്ടി? എന്തിനു മുട്ടി? എവിടെ വെച്ച് മുട്ടി? എനിക്ക് മൂത്രമൊഴിക്കാൻ മുട്ടിയിട്ട് ഞാൻ വരുമായിരുന്നു. എന്നാ ഇവിടെ മൂത്രം ഒഴിക്കും. ഇവിടെയോ? ഇവിടെ ഒഴിക്കേ, ഒഴിക്കേ. കിണ്ടി ഞാൻ കണ്ട്. കിണ്ടി കിണ്ടി. അതെ, രാത്രി ഇങ്ങനെ കറങ്ങി നടക്കുന്നത് ശരിയല്ല കേട്ടാ കിണ്ടി. ഇപ്പൊ ഞാൻ രക്ഷപ്പെട്ടു കേട്ടാ കിണ്ടി. കിണ്ടി കിണ്ടി.